ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു 10-20 വർഷം മുമ്പുണ്ടായിരുന്ന അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും. അതായത് അന്നും ഇന്നും എന്തൊരു വ്യത്യാസം. കുറെയെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ ആ നല്ല കാര്യങ്ങൾ വന്നപ്പോൾ കുറേ നല്ല കാര്യങ്ങളെല്ലാം നഷ്ടമായതിനെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഓർക്കുന്നത്, 1999 ആദ്യം ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് തന്നെ പോകുന്നത്. അമേരിക്കയിൽ 2-3 മാസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ അവസാനം തിരിച്ചു വരുന്ന സമയത്ത് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ വന്ന വ്യക്തി എനിക്കൊരു പാക്കറ്റ് കൈമാറി. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ കൊണ്ടുപോ, കാലിഫോർണിയ ചെല്ലുമ്പോൾ ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അതൊരു കോഡ്ലെസ് ഫോണായിരുന്നു. പിന്നീടാണ് ഞാൻ പാക്കറ്റ് തുറന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അന്നത്തെ കാലത്ത് ഇവിടെ അത് സുലഭമല്ല. അത് വലിയൊരു സംഭവമായിരുന്നു. നമുക്കറിയാം, കോഡ്ലെസ് ഫോൺ ആർക്കും വേണം, പട്ടിക്കറ്റ് അറിയാൻ കൊള്ളു, ആർക്കും അതിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാവർക്കും സെൽഫോൺ, അത് ലേറ്റസ്റ്റ് മോഡലിലാണ്. പക്ഷെ അന്ന് അത് വലിയൊരു കാര്യമായിരുന്നു. ഞാൻ ഓർക്കായിരുന്നു, അന്നും ഇന്നും വന്ന മാറ്റം എത്ര വലുതാണ്. ഇനി അതോടൊപ്പം നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് ഹൃദയത്തോട് ചേർന്നിരുന്ന പലതും ഇന്ന് വിദൂരത്തായി. അന്ന് വിദൂരത്തായിരുന്ന പലതും ഇന്ന് വിരൽത്തുമ്പിൽ വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും, ആ ടെക്നോളജിയൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ ഹൃദയത്തോട് ചേർന്നിരുന്ന പലതും ഇന്ന് വിദൂരത്തായി. ഞാനൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിലും കപ്പ വാട്ടുന്നത്, അതേ എല്ലാവരും കൂടെ വരും, അയലോക്കംകാരെല്ലാം ഒരുമിച്ച് കൂടും, പന്തലിടുന്നത്, അതുപോലെ തന്നെ ആ ഉണങ്ങിയ കപ്പ പെറുക്കിയെടുക്കുന്നത്, കൊയ്ത്ത്, അങ്ങനെയുള്ള സകല കാര്യങ്ങൾക്കും എല്ലാവരും ഒരുമിച്ച് വന്ന് അങ്ങനെ ചെയ്തിരുന്ന കാര്യം. ഓണം വന്നാൽ ഞാൻ ഇത് പല പ്രാവശ്യം മാവേലി ആയിട്ടുള്ളതാണ്. ഇനി പിള്ളേരെല്ലാം ഒരുമിച്ച് കൂടും, അങ്ങനെ അതുമായിട്ട് എന്തെല്ലാം ഫണ്ടും കാര്യങ്ങളൊക്കെ, അതെല്ലാം ഇന്ന് വിദൂരത്തായിരിക്കുകയാണ്. ഇന്നെല്ലാവർക്കും ലേറ്റസ്റ്റ് ഗാഡ്ജറ്റ്സും അതുപോലെ തന്നെ അതുമായി ഫോണ്, ടാബ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പഴയ ഫ്രണ്ട്ഷിപ്പ് എല്ലാം മാറിയിട്ട് ഇതിനകത്ത് ഒതുങ്ങിപ്പോയിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് നമ്മൾ കാണുകയാണ്. ഏതാനും ചില കാര്യങ്ങൾ അന്ന് ഇന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ചിലതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും പഴയ സാഹചര്യം. അത് നമുക്ക് കാണാൻ സാധിക്കും, അന്ന് ഒരു മുറിയുള്ള വീട്ടിൽ പല വ്യക്തികൾ ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു കാലമുണ്ട്. വലിയൊരു മുറി അല്ല, 1-2 മുറികൾ, പലര് ഒരു മുറിയിൽ തന്നെ താമസിച്ചിരുന്ന ഒരു സാഹചര്യം. ഇന്നിപ്പോൾ എന്താ, 5-6 മുറിയുള്ള വലിയ വീട്ടിൽ 1-2 പേര് ആകപ്പാടെ താമസിക്കുന്നു. സൗകര്യമൊക്കെ വർദ്ധിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, അന്ന് 1000 പേരെ സഹായിച്ചവനെ ആരും അറിയാതെ പോയി. അവര് വളരെ രഹസ്യമായിട്ട് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയണ്ട, ആ രീതിയിൽ സഹായിച്ചു. അവർക്കൊന്നും വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് ഒരാളെ സഹായിച്ചവനെ 1000 പേരറിയും. അങ്ങനെ അറിയുമെന്നുണ്ടെങ്കിൽ ചിലർ പിന്നെ സഹായിക്കാനായിട്ട് പോകത്തു പോലുമുള്ളൂ. അതാണ് ഇന്നത്തെ സാഹചര്യം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, അന്നൊക്കെ അരച്ചാൻ വയറിന് വേണ്ടി കിലോമീറ്ററോളം നടന്നുപോയി ജോലി ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ചാൻ വയറ് കുറയ്ക്കാനായിട്ട് കിലോമീറ്ററുകൾ ആൾക്കാർ നടക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, അന്നൊക്കെ ജീവിക്കാനായി നാം ഭക്ഷണം കഴിച്ചിരുന്നു. ഇന്ന് ചിലരുടെ അവസ്ഥ ഭക്ഷണം കഴിക്കാനായിട്ട് ജീവിക്കുന്നത് പോലെ എന്ന് നമ്മൾ പറയേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അന്നൊക്കെ വീടിനകത്ത് ഭക്ഷണം കഴിച്ചു, പുറത്തുപോയി ടോയ്ലറ്റ്, അതായിരുന്നു അന്നത്തെ സാഹചര്യം. സെൽഫ് കണ്ടെയ്ൻഡ് റൂമോ അല്ലെങ്കിൽ വീടിനകത്ത് ടോയ്ലറ്റ് ഉള്ള സാഹചര്യം ഇല്ലാതിരുന്ന പല വീടുകളുണ്ട്. വീടിനകത്ത് ഭക്ഷണം കഴിക്കും, ടോയ്ലറ്റ് പുറത്ത്. എന്ന് നമുക്ക് കാണാൻ സാധിക്കും, പുറത്തു പോയി ഭക്ഷണം കഴിക്കും. എന്നിട്ട് വീട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ടോയ്ലറ്റിന് വേണ്ടി, അല്ലെ ഉറങ്ങുന്നതിന് വേണ്ടി. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, അന്നൊക്കെ മാനം മറയ്ക്കാൻ വസ്ത്രം ധരിച്ചു. ഇന്ന് വന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന് മാനം തുറന്നു കാട്ടുന്ന രീതിയിലുള്ള വസ്ത്രധാരണത്തിലേക്ക് പോലും വന്നിരിക്കുന്ന അവസ്ഥ. പണ്ടൊക്കെ കീറിയ വസ്ത്രം അത് ധരിക്കുന്നത് നമ്മൾ വളരെ വിഷമിച്ചാണ്, അല്ലെങ്കിൽ തുന്നിയൊക്കെയാണ്. ഇന്ന് കാണാൻ സാധിക്കും, ഇന്നിപ്പം നല്ല വസ്ത്രം അത് കീറി ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. അതല്ലെങ്കിൽ കീറിയ വസ്ത്രം കിട്ടും, അതൊരു ഫാഷനായി മാറിയിരിക്കുന്നത് കൊണ്ട് എന്തൊരു വ്യത്യാസമാണ്. ഞാനൊക്കെ ഓർക്കുന്നത്, സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് വസ്ത്രത്തിന് എവിടെയെങ്കിലും ഒരു കീറൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് തുന്നിയിരിക്കും, അല്ലെങ്കിൽ ആ കീറൽ ആരും കാണരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അത് മാറി, കീറിയ വസ്ത്രം ഫാഷനായിട്ട് മാറിയിരിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, അന്നൊക്കെ അധ്യാപകരുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ വേണ്ടി കുട്ടികൾ ശ്രദ്ധിച്ചിരുന്നു. അവർക്കൊരു പേടിയുണ്ടായിരുന്നു അധ്യാപകരെന്ന് പറഞ്ഞാൽ. ഇന്നിപ്പം കുട്ടികളുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ അധ്യാപകർ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എത്രമാത്രം വ്യത്യാസം വന്നിരിക്കുന്നു എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, നല്ലതെടുക്കാം. അത് ഇന്നലെയിൽ നിന്നാണേലും നല്ലത് നമുക്ക് എടുക്കാൻ പറ്റും. ചീത്ത ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. ഇന്ന് ശാസ്ത്രമൊക്കെ വളർന്ന് ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ടെങ്കിലും അതിനകത്തും നല്ലതെടുത്തിട്ട് ചീത്ത ഉപേക്ഷിക്കാനുള്ള ഒരു വിവേകം കാണിക്കേണ്ടവരാണ് നമ്മൾ. നിയമാവർത്തനം 30-ാം അധ്യായം 15-ാമത്തെ വചനം പറയുന്നുണ്ട്, നിന്റെ മുമ്പിൽ രക്ഷയും ശിക്ഷയും ഞാൻ വെച്ചിട്ടുണ്ട്,
നല്ലതും ചീത്തയും ഞാൻ വെച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഗലാത്യർ 6:7 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജഡത്തിനായി വിതയ്ക്കുന്നവർ ജഡത്തിൽ നിന്നും നാശം കൊയ്യേണ്ടി വരും, ആത്മാവിനായി വിതയ്ക്കുന്നവർക്കാണ് നിത്യജീവൻ കൊയ്തെടുക്കാൻ സാധിക്കുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ലോകത്തെ അനുകരിക്കാതെ ദൈവത്തെ അനുഗമിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. ലോകം പലതുമായിട്ട് മുമ്പോട്ട് വരും, ലോകത്തിൻ്റെതായ രീതിയിൽ പോകും. അവിടെ ദൈവമക്കൾക്ക് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു വിവേകവും ജ്ഞാനവും ഉണ്ടാകണം. നാം ലോകത്തെ അനുകരിക്കേണ്ടവരല്ല, ദൈവത്തെ അടുത്ത് അനുഗമിക്കേണ്ടവരാണ്. അതാണ് റോമാലേഖനം 12-ാം അധ്യായം ആദ്യത്തെ 2 വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുക. മത്തായി 16:24 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത് സാധ്യമാകണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ ത്യജിക്കാൻ തയ്യാറാകണം. അത് സ്വയം ത്യജിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത് എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അന്നും ഇന്നും ദൈവമക്കൾ എന്ന ആ ഒരു നിലയിൽ ഇനി മുമ്പോട്ടും ജീവിക്കുവാൻ വേണ്ട അഭിഷേകത്തിനും കൃപയ്ക്കും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളൊരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, അമിതമായിട്ട് ഭാഷൻ ഭ്രമം കയറിയിരിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ സ്പർശനം കിട്ടുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്നരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണെന്നും അങ്ങിലാണെന്നും യേശുവേ നാഥ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കാനും പുനരാരംഭിക്കാനും ഞങ്ങൾക്ക് വരമരുളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.